വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അറേസ് ഇൻ സി ആണ്. ഓക്കെ, അറേ എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സിക്കകത്ത്, വിച്ച് ഇസ് വെരി ഈസി ആൻഡ് സിമ്പിൾ വേ ഓഫ് സ്റ്റോറിംഗ് ആണ്. അതെന്ന് പറയുന്നത്, അതായത് ഈ അറേ എന്നുള്ള കോൺസെപ്റ്റ് സിക്ക് മാത്രമല്ല എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അറേ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അറേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സിമ്പിൾ ആൻഡ് ദ ഫാസ്റ്റ് വേ ഓഫ് സ്റ്റോറിംഗ് മൾട്ടിപ്പിൾ വാല്യൂസ് അണ്ടർ എ സിംഗിൾ നെയിം. ഒരു സിംഗിൾ നെയിമിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഒരു അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതിനകത്ത് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഉണ്ട്. നമ്മളപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എന്താ നോക്കാൻ പോകുന്നുണ്ടെങ്കിൽ അറേയുടെ ഡിക്ലറേഷൻ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഇനീഷ്യലൈസേഷൻ, ടൈപ്സ് ഓഫ് അറേ, സിൻടാക്സ് എന്താണെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ആണ് എന്താണ് സിക്കകത്ത് ഒരു അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അറേ എന്ന് പറഞ്ഞാൽ സിമിലർ ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പിലുള്ള എലമെന്റ്സ്, അതായത് കുറച്ച് എലമെന്റ്സിനെ നമ്മൾ സ്റ്റോർ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മെമ്മറി അലൊക്കേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, അറേ എന്ന്. ഓക്കെ, it can be used to store primitive data types such as int, char, float, etc. Okay, and it can also used to store derived and user defined data types such as pointers and structures. Okay, ഇനി അറേ ഇൻ സി ഇപ്പൊ നോക്കൂ, ഈ ഒരു ഡയഗ്രാമിൽ നമുക്കറിയാം എങ്ങനെയാണ് അറേയിൽ നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യണത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കും. ഇപ്പൊ നമുക്ക് വേണ്ടത് 2, 4, 8, 12, 16, 8 ഇതൊക്കെ എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. ഇപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യേണ്ടത് വിചാരിക്കുക. ഓക്കെ, ഇതാണ് മെമ്മറി. ഓക്കെ, ഇതെന്ന് പറയുന്നത് മെമ്മറിയാണ്. ഇത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, മെമ്മറിയിൽ എപ്പോഴും ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിലായിരിക്കും. ഓക്കെ, സീറോയിലായിരിക്കും എപ്പോഴും നമ്മുടെ മെമ്മറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻഡെക്സ്, മെമ്മറിയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയിലായിരിക്കും, ഈ പറയുന്ന സീറോയിലായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് 6 നമ്പർ ആണ് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിവിടെ 6 നമ്പർ ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. മെമ്മറി സ്പേസ് നമുക്ക് എത്രയേ വേണ്ടുള്ളൂ, 5 വേണ്ടുള്ളൂ. മെമ്മറിയുടെ സ്പേസ് നമുക്ക് എത്രയാണ് വേണ്ടത്, 5. കാരണം അതിന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. അപ്പൊ 0 to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി, 0, 1, 2, 3, 4, 5. അപ്പൊ 6 വാല്യൂ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇൻഡെക്സ് വേണം, 5 ഇൻഡെക്സേ വേണ്ടുള്ളൂ. അപ്പൊ കണ്ടോ, 6 വാല്യൂയിൽ കണ്ടോ ഇവിടെ 0, 1, 2, 3, 4, 5. അപ്പൊ നമ്മൾ ഇവിടെ എത്ര വാല്യൂ ഇതിനകത്ത് സ്റ്റോർ ചെയ്തു, ഇതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത വാല്യൂസ് എന്ന് പറയുന്നത് എത്രയാണ്, 6 വാല്യൂസ് നമ്മൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻഡെക്സ് നമുക്ക് എത്രയേ വേണ്ടുള്ളൂ, ടോട്ടൽ എത്രയാണ്, n മൈനസ് 1 ആണ് നമുക്ക് ഇൻഡെക്സ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി സി അറേ ഡിക്ലറേഷൻ. എങ്ങനെയാണ് അറേ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, വി ഹാവ് ടു ഡിക്ലെയർ ദി അറേ ലൈക്ക് എനി അതർ വേരിയബിൾ ബിഫോർ യൂസിങ് ഇറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അറേയും ഇതുപോലെ തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഓക്കെ, നമുക്കൊരു അറേ ഡിക്ലെയർ ചെയ്യാൻ അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നെയിമോ അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് വേരിയബിൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയുക ഡിക്ലെയർ ചെയ്യാം. അതുപോലെ അതിന് എത്ര ഡയമെൻഷൻ ഓഫ് അറേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, വെൻ വി ഡിക്ലെയർ ആൻ അറേ ഇൻ സി, ദി കമ്പൈലർ അലോക്കേറ്റ്സ് എ മെമ്മറി ബ്ലോക്ക് ഓഫ് ദ സ്പെസിഫൈഡ് സൈസ് ടു ദി അറേ നെയിം. അതായത് നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സൈസ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എന്ത് ചെയ്യും, മെമ്മറി ബ്ലോക്കിൽ അതിന് എത്ര അറേയുടെ ബ്ലോക്ക് വേണം എന്നുള്ളത് ആര് സ്പെസിഫൈ ചെയ്യും, ഈ കമ്പൈലർ പോയിട്ട് മെമ്മറിയിൽ സ്പെസിഫൈ ചെയ്യും. ഓക്കെ, ഇനി അതിന്റെ സിൻടാക്സ് ആണ് എന്ത്, ഡാറ്റ ടൈപ്പ് അറേ നെയിം സൈസ്. ഇപ്പോൾ ഡാറ്റ ടൈപ്പ് ഇന്റ് ആണെങ്കിൽ എങ്ങനെ, ഇന്റ് എ ഓഫ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റ് എ ഓഫ് 10 പറഞ്ഞാൽ എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യണം, 10 മെമ്മറി ഇവിടെ അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇന്റ് എ ഓഫ് 10. ഓക്കെ, ഇവിടെ ഞാൻ അത് എഴുതുന്നില്ല. ഇന്റ് ഡാറ്റ ടൈപ്പ് ഇന്റ് ആണെങ്കിൽ ഇന്റ് ഏതെങ്കിലും ഒരു അറേയുടെ നെയിം എന്നിട്ട് അതിന്റെ സൈസ് എത്രയാണെന്നുണ്ടെങ്കിൽ അത്. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഡാറ്റ ടൈപ്പ് ഏതെങ്കിലും ഒന്ന്, അറേ നെയിം, സൈസ് ഓഫ്. ഇപ്പൊ സൈസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചിലപ്പോൾ എങ്ങനെയായിരിക്കും, 1, 2 എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് ഇപ്പോൾ 10 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇന്റ് എ ഓഫ് 10 എന്നുള്ളത് നമ്മൾ ഇങ്ങനെ നമുക്ക് അറേയിൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്റ് എ ഓഫ് 10 നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ അസൈൻ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആണ് അറേ ഡിക്ലറേഷൻ. എങ്ങനെയാണ് അറേ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ARR ഓഫ് 5 നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ARR ഓഫ് 10 ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യും, 9 മെമ്മറി ബ്ലോക്ക് ആണ് അവിടെ അലോക്കേറ്റ് ചെയ്യുക. 0 തൊട്ടിട്ട് 9 വന്നാൽ തന്നെ അപ്പോൾ അവിടെ നമുക്ക് 10 നമ്പർ അവിടെ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ആയില്ലേ. അപ്പൊ ഇങ്ങനെ ARR ഓഫ് 5 എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരും, 5 മെമ്മറി നമ്മുടെ ലൊക്കേറ്റ് ചെയ്യും. 0 to 4 ആയിരിക്കും അതിന്റെ അറേ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അറേയുടെ ഇനീഷ്യലൈസേഷൻ. എങ്ങനെയാണ് അറേ ഇനീഷ്യലൈസ് ചെയ്യുക. ഓക്കെ, അറേ ഇനീഷ്യലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ടു അസൈൻ സം വാല്യൂ ടു ദി വേരിയബിൾ. ഈ വേരിയബിളിനകത്ത് വാല്യൂ അസൈൻ ചെയ്യുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് എന്ത്, ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അറേക്കകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യണ സമയത്ത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും,
ഇപ്പൊ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് ഇൻഡെക്സിലൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഗാർബേജ് വാല്യൂ ഇട്ടിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഗാർബേജ് വാല്യൂ പറഞ്ഞാൽ റാൻഡം ആയിട്ട് മെമ്മറി എന്ത് തോന്നുന്നു അതെടുത്ത് സ്റ്റോർ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ പറയുന്ന വാല്യൂസ് ആ ഗാർബേജ് വാല്യൂന്ന് മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അറേ ഇനീഷ്യലൈസ് ചെയ്യുക. നമ്മൾ എന്ത് കൊടുക്കുന്നു അത് മീനിങ് ആയിട്ട് എന്ത് ചെയ്യും, ബ്ലോക്കിൽ പോയിട്ട് മെമ്മറി ബ്ലോക്കിൽ പോയിട്ട് സ്റ്റോർ ചെയ്യും. There are multiple ways in which we can initialize an array in C. നമുക്ക് C ൽ ഈ array initialize ചെയ്യാൻ there are multiple ways. Okay, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് array initialization with declaration. എങ്ങനെയാണ് array എന്ത് ചെയ്യുക, ഇനീഷ്യലൈസ് ചെയ്യുക. ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്, array initialization with declaration. എങ്ങനെയാണ്, ഒരു ഇനീഷ്യലൈസർ ലിസ്റ്റ് ഇട്ടിട്ട് മൾട്ടിപ്പിൾ എലമെന്റ് നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, എൻക്ലോസ്ഡ് വിത്ത് ഈ ഒരു കേളി ബ്രേസസ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഇങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, ഇനീഷ്യലൈസേഷൻ വിത്ത് ഡിക്ലറേഷൻ. ഓക്കെ, നമ്മളിവിടെ ഡാറ്റ ആദ്യം എന്ത് ചെയ്യുക, കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഡാറ്റ ടൈപ്പും അറേ നെയിമും സൈസ് ഇപ്പൊ നോക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും, ഇന്റ് a of 10 ആണെന്ന് വിചാരിക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എങ്ങനെ വരിക, വാല്യൂ എന്നുള്ളത് 1 2 then 9. ഇപ്പൊ സൈസ് എടുക്കുകയാണ്. ഇപ്പം a of 10 കൊടുത്തു വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ നമ്മൾ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യും, അപ്പോൾ നമുക്ക് റാൻഡം ആയിട്ടുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, 10 11 അങ്ങനെയുള്ള വരയ്ക്കുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ a of 10 എന്ന് പറഞ്ഞാൽ ഓൾറെഡി 10 എണ്ണം നമ്മളവിടെ, അതായത് 9 എന്താ പറയാ മെമ്മറി ബ്ലോക്ക് അവിടെ എടുത്തു. ഇനി വാല്യൂ 1 എന്നുള്ളത് എന്താണ്, a of 0 അതായത് ഇൻഡെക്സ് 0 10 എന്നുള്ളത് സ്റ്റോർ ചെയ്യും, ഇൻഡെക്സ് 11 എന്നുള്ളത് അല്ല ഇൻഡെക്സ് 1 എന്നുള്ളതിൽ 11 സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് ഇതിന് നമ്മൾ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ a of 10 എന്ന് പറയുന്നത് അതിന്റെ മെമ്മറി കപ്പാസിറ്റി ആണ്. അതായത് 9 അതായത് 0 to 9 വരയ്ക്കുള്ള ഇൻഡെക്സ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് 0 എന്ന് പറയുന്ന ഇൻഡെക്സിൽ 10 സ്റ്റോർ ചെയ്യും, 1 എന്ന് പറയുന്ന ഇൻഡെക്സിൽ 11 സ്റ്റോർ ചെയ്യും. അങ്ങനെ എന്താണ് a of 9 അഥവാ a of 10 എന്ന് പറഞ്ഞാൽ 9 എന്നുള്ള ഇൻഡെക്സിൽ എന്ത് സ്റ്റോർ ചെയ്യും, 19 വരെയുള്ള വാല്യൂ അതിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് എന്താണ് ഇനീഷ്യലൈസ് ചെയ്താണ്. അപ്പോൾ ഇവിടെ ARR of 5 പറഞ്ഞു. 5-നകത്ത് നമ്മൾ വാല്യൂസ് എന്തൊക്കെയാണ്, അതായത് 0 എന്നുള്ള ഇൻഡെക്സിൽ 2 ആയി, 1 എന്നുള്ള ഇൻഡെക്സിൽ 4 ആയി, 2 എന്നുള്ള ഇൻഡെക്സിൽ 8 ആയി, 3 എന്നുള്ള ഇൻഡെക്സിൽ 12 ആയി, 4 എന്നുള്ള ഇൻഡെക്സിൽ 16 ആയി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, അറേ ഡിക്ലറേഷൻ വിത്ത് ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അറേ ഇനീഷ്യലൈസേഷൻ വിത്ത് ഡിക്ലറേഷൻ വിത്തൗട്ട് സൈസ്. സൈസ് ഇല്ലാതെ തന്നെ നമുക്കിത് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നോക്കൂ, ഡാറ്റ ടൈപ്പും അറേ നെയിമും, എന്നിട്ട് ഇവിടെ ഒരു എംപ്റ്റി ബ്രാക്കറ്റ് ആണ്, കണ്ടോ, ഇവിടെ സൈസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല, പക്ഷെ അതിനകത്ത് കൊടുക്കാനുള്ള വാല്യൂസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് വരിക, we can skip declaring the size of an array as the compiler can automatically deduce the array. അതായത് ഈ ലിസ്റ്റ് കണ്ടിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈലറിന് അതിൻ്റെതായിട്ടുള്ള മെമ്മറി എത്ര വേണമെന്ന് എടുക്കാൻ അറിയാം. ഓക്കെ, the size of the array is the case of equal to the number of elements which is present in the initializer list as the compiler can automatically deduce the size of array. അതായത് ഇങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് സൈസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ എത്ര വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടോ അതിനുള്ള മെമ്മറി ആർക്ക് എടുക്കാൻ അറിയാം, ഈ പറയുന്ന. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ ഇനീഷ്യലൈസേഷൻ ആഫ്റ്റർ ഡിക്ലറേഷൻ. ഓക്കെ, എങ്ങനെയാണ് അറേ ഡിക്ലറേറ്റ് ചെയ്ത ശേഷം എങ്ങനെയാണ് അറേ ഇനീഷ്യലൈസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, വി ക്യാൻ ഇനീഷ്യലൈസ് ദി അറേ ആഫ്റ്റർ ദ ഡിക്ലറേഷൻ ബൈ അസൈനിങ് ദ ഇനീഷ്യൽ വാല്യൂ ടു ഈച്ച് എലിമെന്റ് ഇൻഡിവിജ്വലി. അതായത് ആദ്യം ഇനീഷ്യലൈസ് ചെയ്തിട്ട് ഇൻഡിവിജ്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അറേക്ക് ഓരോന്നിനും വാല്യൂ കൊടുക്കാൻ പറ്റും. വി ക്യാൻ യൂസ് ലൂപ്പ്, while loop or do while loop to assign value to each element of the array. അതായത് ലൂപ്പ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിൽ while ഉണ്ട് do while ഉണ്ട്, ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, ഇതാണ് ലൂപ്പിന്റെ കോൺസെപ്റ്റ്. ഫോർ int I equal to 0, I less than n, I plus plus, array name I എന്നുള്ളത് ഇൻഡെക്സ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഇൻഡെക്സ്. അതെങ്ങനെയായിരിക്കും, അപ്പൊ എന്തായിരിക്കും, int I എന്ന് പറയുന്ന ഐക്ക് വാല്യൂ നമ്മൾ 0 എന്നുള്ളത് ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. n എന്നുള്ളത് അതായത് മാക്സിമം നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുക, അത് I എന്നുള്ളത് അതിനേക്കാൾ ചെറുതാണോ എന്ന് നോക്കുക. ആൻഡ് ദെൻ I പ്ലസ് പ്ലസ്, അറേ നെയിം I എന്ന് പറയുന്നത് വാല്യൂ ഓഫ് I. അപ്പൊ ഫസ്റ്റ് വാല്യൂ എന്തായി, 0 ആയി, ആൻഡ് ദെൻ 1 ആവും, ദെൻ 2 ആവും, ദെൻ 3 ആവും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ ഇതിനകത്തേക്ക് നമുക്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെയാണ് അറേ ഇനീഷ്യലൈസേഷൻ ആഫ്റ്റർ ഡിക്ലെയർ. ഇനീഷ്യലൈസ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ അതിലേക്ക് ഡിക്ലെയർ ചെയ്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ആക്സസിങ് ഓഫ് അറേ എലമെന്റ്. നമുക്ക് എങ്ങനെയാണ് അറേയുടെ എലമെന്റ് നമ്മൾ ആക്സസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇൻഡെക്സ് വാല്യൂവിൽ നമുക്ക് കയറിയിട്ടാണ് നമ്മൾ ഇത് ആക്സസ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ
ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് നോക്കുക. അതായത് ഇപ്പോൾ ഇൻറ്റ് ഡാറ്റ ടൈപ്പ് ആണ്. എ ഓഫ് ഐക്ക് നമുക്കൊരു വാല്യൂ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 സൈസ് ഓഫ് അറേ എ ഓഫ് 10 ആണെന്ന് വിചാരിക്കുക അറേയുടെ സൈസ്. അപ്പൊ നമുക്ക് ഏതാണ് അറേയുടെ ആക്സസ് എലമെന്റ് എങ്ങനെ നമ്മൾ ആക്സസ് ചെയ്യും? അപ്പൊ ചിലപ്പോൾ എനിക്ക് സെക്കൻഡ് ഇൻഡെക്സിലെ വാല്യൂ ആണ് വേണ്ട, അല്ലെങ്കിൽ തേർഡ് ഇൻഡെക്സിലെ വാല്യൂ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്താ ചെയ്യുക, ഇൻറ്റ് ARR ഓഫ് ഇൻഡെക്സ് ഓഫ് 3, ആ 3യുടെ വാല്യൂ എന്ന് കൊടുത്ത് എന്താ വരിക, 3യിൽ അസൈൻ ആയി പോയ വാല്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, അറേയുടെ എലമെന്റ് നമ്മൾ ആക്സസ് ചെയ്യണത്. ഓക്കെ, നോക്കൂ, we can access any element of an array in C using the array subscript operator. ഇതാണ് സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഇതാണ് സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ. ആൻഡ് the index value of I, index value I of the element. ഓക്കെ, അപ്പൊ എങ്ങനെ array name of index, അപ്പൊ അറേയുടെ നെയിം എന്താണെന്ന് വിചാരിക്കുക. അപ്പൊ A ആണ് array name എന്നുണ്ടെങ്കിൽ A of എത്രാമത്തെ വാല്യൂ ആണ് എടുക്കേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എനിക്ക് 3 ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ഇങ്ങനെ 3 എന്ന് കൊടുത്തിട്ട് ഈ പറയുന്ന സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ ക്രോസ് ചെയ്യുക, സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ വാല്യൂ ആക്സസ് ചെയ്യുക, എലമെന്റ് അതിനകത്ത് ആക്സസ് ചെയ്യുക. വൺ തിങ് ടു നോട്ട് ഈസ് ദാറ്റ് ഇൻഡെക്സിംഗ് ഇൻ ദി അറേ ഈസ് ആൾവേസ് സ്റ്റാർട്ട് വിത്ത് 0. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡെക്സിംഗിന്റെ, അതായത് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറിയുടെ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക 0 വെച്ചിട്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഇൻഡെക്സ് എലമെന്റ് എന്ന് പറയുന്നതാണ് ഇൻഡെക്സ് ഓഫ് 0ലായിരിക്കും ഉണ്ടാവുക. ആൻഡ് ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് n എന്ന് പറയുന്ന എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ n-1 ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അതും കൂടി നോട്ട് ചെയ്യാണ്. കണ്ടോളൂ, ആക്സസിങ് ആൻ അറേ എലമെന്റ്. ഇപ്പൊ എനിക്ക് തേർഡ്, ഇപ്പൊ 0 എലമെന്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഓഫ് 0യിലുള്ളത് വാല്യൂ എന്താ വെച്ചാൽ അതാണ് ആക്സസ് ചെയ്യുക. 3 ആ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ A of 3 എന്ന് പറയുന്നത് ഇതാണ് A of 3. ഇനിയിപ്പോ A of 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6th എലമെന്റ് ആണ്, അത് ഇവിടെ. അങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു പ്രോഗ്രാം നോക്കാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. ഓക്കെ, നമ്മൾ അറേ ഡിക്ലെയർ ചെയ്തു. എത്രയാണ്, ഇൻറ്റ് AR of 5, 0ല് 15, 1ല് 25, അതുപോലെ 2ല് 35, 3ല് 45, 4ല് 55. അപ്പൊ ഇവിടെ എത്രയാണ്, ARR of 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇൻഡെക്സ് ആണ് എടുത്തിരിക്കുന്നത്, 0 to 4 ആണ് അല്ലേ. 0 to 4 ആണ് എന്തെടുത്തിരിക്കുന്നത്, ഇൻഡെക്സ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി printf element ARR of 2, printf element ARR of 4, printf element of ARR of 0. അപ്പൊ ARR of 2 എന്ന് പറഞ്ഞാൽ എന്താണ്, സോറി, ഈ ARR of 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് 2ൽ ഏതാണ്, 35 ആണ്. ARR of 4ൽ എന്താണ്, 55 ആണ്. ഓക്കെ, ARR of 0ൽ എന്താണ്, 15 ആണ്. അപ്പൊ നോക്കൂ, ഇത് തന്നെയല്ലേ ആൻസർ എന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. 15, അതായത് ഫസ്റ്റിന്റെ ആൻസർ 35ഉം 4ന്റെ ആൻസർ 55ഉം 15ഉം. ഇതിന്റെ ഔട്ട്പുട്ട് കണ്ടോ, 35, AR of 4ൽ 55ഉം AR of 0ൽ 15ഉം. കറക്റ്റ് അല്ലേ? അങ്ങനെയാണ് എലമെന്റ് എടുക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തെ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കിയല്ലോ. ഓക്കെ, അതിൻ്റെ ഒരു സിമ്പിൾ പ്രോഗ്രാം ആണ് അത്. ഓക്കെ, ഇനി അപ്ഡേറ്റ് അറേ എലമെന്റ്. എങ്ങനെയാണ് നമ്മൾ ഒരു അറേ എലമെന്റ് അപ്ഡേറ്റ് ചെയ്യുക? ഓക്കെ, അറേ നെയിമും അതിന്റെ ഇൻഡെക്സും കൊടുക്കുക, എന്നിട്ട് അവിടെ വാല്യൂ ചേഞ്ച് ചെയ്യുക. ന്യൂ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വാല്യൂ അവിടെ പോയി ചേഞ്ച് ചെയ്യും. ഇവിടെ നമ്മൾ സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പോൾ A of 3ല് ഓക്കെ ആണ് നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യണം. അവിടെ നമ്മൾ 25 ആയിരുന്നല്ലോ, 35 ആണെന്നല്ലോ A of 3യുടെ വാല്യൂ അല്ലേ. അപ്പൊ ഇത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് 25 ആക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, A of 3 എന്നുള്ളതിന്റെ വാല്യൂ ജസ്റ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 25 എന്ന് കൊടുത്ത് ആ A of 3യുടെ വാല്യൂ അവിടുത്തെ 35 മാറിയിട്ട് അവിടെ എന്താവും, 25 ആവും. ജസ്റ്റ് അത്രയേ ഉള്ളൂ. ഓക്കെ, for int I equal to 0, I less than n, I plus plus, array name I. അപ്പൊ int I equal to 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ 0 ആണ്. ഓക്കെ, ഇനി n മാക്സിമം നമ്പർ എത്രയാണെന്നുള്ളത് അത് I നേക്കാൾ ചെറുതാണ്. അപ്പൊ ഫസ്റ്റ് വാല്യൂ നമ്മൾ 0 ആക്കിയാലോ, അപ്പൊ 0 ലെസ് ദാൻ മാക്സിമം വാല്യൂ ആണോ, ആണെന്നുണ്ടെങ്കിൽ I plus plus ഒരു വാല്യൂ ഇൻഡെക്സിൽ വാല്യൂ കൂട്ടുക. അപ്പൊ എന്താണ്, ARR of I എന്ന് പറയുന്നത് എന്താവും, 1 ആവും. ഇനി നെക്സ്റ്റ് അഗെയിൻ, അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ 1 ആയി. ദെൻ I ലെസ് ദാൻ n ആണോ നോക്കുക, കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ I പ്ലസ് പ്ലസ് ആവും, വാല്യൂ എന്താവും ഇവിടെ 2 ആവും. അങ്ങനെയാണ് ട്രാവേഴ്സ്, അതായത് ഫസ്റ്റ് എലമെന്റിൽ പോയി കയറുക, സെക്കൻഡ് എലമെന്റിൽ കയറുക, തേർഡ് എലമെന്റിൽ കയറുക, ഫോർത്ത് എലമെന്റിൽ കയറുക, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എത്ര അറേയുടെ ഇൻഡെക്സ് ഉണ്ട് അതിൽ മൊത്തം കയറിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ട്രാവേഴ്സ് നടക്കുക. അപ്പോൾ ഇതാണ്ടോ, ഇതാണ്. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ഇൻറ്റ് I ഈക്വൽ ടു 0, 0ൽ കയറി. I ലെസ് ദാൻ സൈസ് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ, 5 എലമെന്റ്, AR of 5 എന്നാണോ നോക്കി, 5 ആണ്, കറക്റ്റ് ആണ്. I പ്ലസ് പ്ലസ് ചെയ്തു, array of I, അപ്പോൾ ഫസ്റ്റത്തേൽ കയറി.
അപ്പോൾ 4ലേക്ക് എത്തിയത്. ഇനി നെക്സ്റ്റ് ഇൻഡെക്സിന്റെ വാല്യൂ 1 ആക്കാണ്. അപ്പോൾ i ഈക്വൽ ടു 1 ആയി. i ലെസ് ദാൻ സൈസ് എന്ന് പറഞ്ഞാൽ 4 ആണോ? കറക്റ്റ് ആണ്. അപ്പോൾ i പ്ലസ് പ്ലസ് ആയി. അപ്പോൾ അടുത്ത വാല്യൂ എന്തായി? ARR ഓഫ് i എന്ന് പറയുന്നത് 2 ആയി. ആൻഡ് ദെൻ നെക്സ്റ്റ് 3 ഇറ്റ്സ് 4. അങ്ങനെയാണ് ലൂപ്പ് ഇതിൽ വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് അറേ ഇൻ സി. സിക്ക് അകത്ത് 2 ടൈപ്പ് ഓഫ് അറേ ആണുള്ളത്. 1 ഡയമെൻഷണൽ അറേ ഉണ്ട്, മൾട്ടി ഡയമെൻഷണൽ അറേ ഉണ്ട്. അപ്പോൾ 1 ഡയറക്ഷണൽ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ നെയിമും സൈസും, അതായത് ഇപ്പോൾ ഒരു അറേ നെയിം a of 10 എന്ന് പറഞ്ഞാൽ 10 ആയിട്ടുള്ള മെമ്മറി ഇങ്ങോട്ട് അലോക്കേറ്റ് 0 to 9 വരെയുള്ള ഇൻഡെക്സിലുള്ള മെമ്മറി അലോക്കേഷൻ നടത്തുക. അതാണ് എന്ത് 1 ഡയമെൻഷൻ. അപ്പോൾ ARR ഓഫ് എത്രയാണ് സൈസ് വെച്ച് അങ്ങനെ, അതായത് ഇവിടെ തൊട്ടിട്ട് എത്ര സൈസ് എത്ര മെമ്മറി ആണ് നമ്മൾ ബ്ലോക്ക് ചെയ്തത് അത് മാത്രമേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, ഈ 1 ഡയമെൻഷണൽ അറേയിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മൾട്ടി ഡയമെൻഷണൽ അറേ. മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 ഡയമെൻഷൻ വരും, അതായത് 2Dയും വരും 3Dയും വരും. അതാണ് മൾട്ടി ഡയമെൻഷണൽ അറേ. വി ക്യാൻ ഡിക്ലെയർ അറേ വിത്ത് മോർ ഡയമെൻഷൻ ദാൻ 3D arrays, but they are avoided as they got very complex and occupy large amount of space. അതുപോലെ 2D 3D അല്ലാതെ ഇനി അതിനേക്കാൾ വലുതിൽ പോവാം, പക്ഷെ എന്താണ് അവിടെ കോംപ്ലക്സ്, അതായത് പ്രോഗ്രാമിന്റെ കോംപ്ലക്ഷൻ കൂടുകയും ചെയ്യും, അതുപോലെ തന്നെ സ്പേസും വല്ലാതെ യൂട്ടിലൈസ് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് 2 ഡയമെൻഷണൽ അറേ. 2 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ, റോയും ഉണ്ടാവും കോളവും ഉണ്ടാവും. സോ അപ്പോൾ അറേ നെയിം എന്ന് പറഞ്ഞിട്ട് സൈസ് ഓഫ് 3യും കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ 3യും വരും, ഇങ്ങനെയും 3 വരും. ഓക്കെ, അതാണ് എന്ത് അറേ നെയിം, അതായത് 2D എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാവും. ഇതാ ഇങ്ങനെ ഫസ്റ്റത്തെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, സെക്കൻഡ് സൈസ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ. അപ്പോൾ കണ്ടോ, അറേ എ ഓഫ് സൈസും ഈ എ ഓഫ് സൈസും ഇങ്ങനെയാണ് എന്ത് ചെയ്യണം അറേയിൽ നമ്മൾ ഡിക്ലറേഷൻ നടത്തുന്നത്, 2Dയിൽ ഡിക്ലെയർ ചെയ്യുക. ഇനി 3D ഡിക്ലറേഷൻ ഉണ്ട്. 3D ഡിക്ലറേഷൻ പറഞ്ഞാൽ എക്സാക്ട്ലി അതിന്റെ 3D ഷേപ്പിൽ എങ്ങനെയാണോ ഡിക്ലെയർ ചെയ്യുക അതുപോലെ. ഓക്കെ, അങ്ങനെയാണ് 3D ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, അതായത് അനദർ പോപ്പുലർ ഫോം ഓഫ് മൾട്ടി ഡയമെൻഷൻ അറേസ് 3 ഡയമെൻഷണൽ അറേ അഥവാ 3D അറേ. 3D അറേ ഹാസ് എക്സാക്ട്ലി 3 ഡയമെൻഷൻ. 3 ഡയമെൻഷൻസ് ആയിരിക്കും ഉണ്ടാവും, 3 ഡയമെൻഷനും ഉണ്ടാവും. It can be visualized as a collection of 2D arrays or stacked top of each other to create a third dimension. അതായത് 2D അറേയുടെ ഒരു വിഷ്വലൈസേഷൻ ദാറ്റ് is stacked upon on the top. അതായത് 2D അറേയിൽ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് ഇങ്ങനെ മോളിക്ക് വെച്ചിട്ട് അതിനൊരു 3 ഡയമെൻഷൻ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അറേ നെയിം ഓഫ് സൈസ് 1 സൈസ് 2 സൈസ് 3. അപ്പോൾ എങ്ങനെ വരിക, ഇങ്ങനെ വരിക. കണ്ടോ, റോ വന്നു കോളവും വന്നു, ഇങ്ങനെ എല്ലാം വരും. അതായത് സൈഡും ഉണ്ടാവും, അപ്പ് ഉണ്ടാവും, ബോട്ടം ഉണ്ടാവും, 2 സൈഡ് ഉണ്ടാവും. അതിനെയാണല്ലോ നമ്മൾ 3D എന്ന് പറയുക. അപ്പം അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും എന്തിനുണ്ടാവും, ഈ 3D അറേക്ക് ഉണ്ടാവും. ഇനി ഇതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഡയമെൻഷനിലും പോകാൻ പറ്റും. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദ പ്രോഗ്രാംസ് കോംപ്ലക്സിറ്റി വിൽ ബി ഹയർ ആൻഡ് ഓൾസോ ഇറ്റ് ക്രിയേറ്റ്സ് എ ലാർജ് എമൗണ്ട് ഓഫ് സ്പേസ്. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു, നമ്മൾ എന്താണ് അറേ എന്നുള്ളത് നോക്കി, എന്താണ് അതിന്റെ കോൺസെപ്റ്റ് നോക്കി, എങ്ങനെ അത് ഡിക്ലെയർ ചെയ്യാം, എങ്ങനെ അത് ഇനീഷ്യലൈസ് ചെയ്യാം, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ഡിക്ലറേഷൻ, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇനീഷ്യലൈസേഷൻ, ഡയമെൻഷൻസ് ഓഫ് അറേയും എങ്ങനെയാണെന്നുള്ളത് നമ്മളിന്ന് നോക്കിയിട്ടുണ്ട്. So I hope you understood the class and thank you.